Now we are continuing with the same topic. At last, we were discussing about ABC of first aid. A means it is the sequence of examining the casualty. A means airway, B means breathing, C means circulation. Now, come to the next point, 2.3, recovery position. എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു റിക്കവറി പൊസിഷനിലേക്ക് അയാളെ കിടത്തുക എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. This position prevents the tongue from blocking the throat and reduces the risk of casualty aspirating. അതായത് പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ വേഗം തിരിച്ചു കിടത്തേണ്ട പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ പേജ് വിസിബിൾ അല്ലല്ലോ, ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ പെട്ടെന്ന് തിരിച്ചു കിടത്തേണ്ട ഒരു പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കിടത്തുന്നത് അദ്ദേഹത്തിന്റെ ടങ്ക്, നമുക്കറിയാം ചിലപ്പോൾ നാക്ക് കടിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ചുണ്ടൊക്കെ കോടി പോവുക, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് കിടത്തുന്നത് സഹായിക്കും. Kneel at the side of casualty at the level of his chest. അദ്ദേഹത്തിന്റെ ചെസ്റ്റിന്റെ സൈഡിലായിട്ട് നിൽക്കുക. നീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് പറയുന്നത് മുട്ടുകുത്തി നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ ചെസ്റ്റിന്റെ സൈഡിലായിട്ട് നിൽക്കുക. മേക്ക് ദി കാഷ്വാലിറ്റി ടു ലേ ഡൗൺ സുപ്പൈൻ. സുപ്പൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല് just one minute. സുപ്പൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മുഖം നേരെയാക്കി കിടക്കുക എന്നുള്ളതാട്ടോ ഉദ്ദേശിക്കുന്നത്. കമിഴ്ന്ന് കിടക്കുന്നതല്ലാതെ മുഖം നേരെയാക്കിയിട്ട് കിടക്കുക. ദെൻ മേക്ക് ഷുവർ ദാറ്റ് കാഷ്വാലിറ്റി ഈസ് ബ്രീത്തിങ് വെൽ. നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ പ്ലീസ് കാഷ്വാലിറ്റീസ് ഹാൻഡ് നിയറസ്റ്റ് you at right angle to his body. Nearest to you at right angle to his body. അദ്ദേഹത്തിന്റെ ശരീരത്തിന് റൈറ്റ് ആംഗിൾ ഷേപ്പ് 90 ഡിഗ്രി വരുന്നത് പോലെയാണോ. ഇവിടെ നമുക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കൈ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോ ആ ഒരു രീതിയിലാണോ കൈ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ മറ്റേ കൈ, നെക്സ്റ്റ് ഹാൻഡ് എന്താ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ ചെസ്റ്റിനെ ക്രോസ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു കൈ റൈറ്റ് ആംഗിൾ ഷേപ്പിലും ഇടത്തെ കൈ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മളുടെ നെഞ്ചിന്റെ ഭാഗത്തിന് എക്രോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. Casualty's neck towards you. Then with your other hand, grasp the thigh farthest from you. Pull the knee up, putting foot flat on the ground. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ നമ്മളുടെ കൈ വെച്ചിട്ട് while your other hand തൊടയുടെ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മുട്ട് മുകളിലേക്ക് ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ കിടത്തുക. എനിക്കത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആ പിക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ബുദ്ധിമുട്ടുണ്ട്. കാലം അങ്ങനെ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കീപ്പിംഗ് ഹാൻഡ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് കാഷ്വാലിറ്റീസ് നെക്ക്, പുൾ ദി തൈ ടു റോൾ കാഷ്വാലിറ്റീസ് ടു യു ഓൺ വൺ സൈഡ്. ഇതേപോലെ ആ തൊടയുടെ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, വലിക്കുകയൊക്കെ ചെയ്യേണ്ടത്. Tilt the head back and make sure that the airway remains open. നമ്മള് ഹെഡ് പുറകോട്ടൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, എയർ പാസേജ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അഡ്ജസ്റ്റ് ദി ഹാൻഡ് അണ്ടർനീത്ത് ദി ചീക്ക്, അഡ്ജസ്റ്റ് ദി ലെഗ്. അതേപോലെ കൈ കവളിന് താഴെയായിട്ട് വരുന്ന കൈയുടെ ഭാഗം കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ കാലിന്റെ ഭാഗം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, റിക്കവറി പൊസിഷൻസ് എന്ന് പറയുന്നത്. ഒരു നോർമൽ കേസിലെ റിക്കവറി പൊസിഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്
ബ്രീത്തിങ് പ്രോപ്പർ ആയിട്ട് രോഗിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേപോലെ പൾസ് എടുക്കാൻ സാധിക്കുന്നുണ്ടോ, പൾസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമല്ലോ, ആ പൾസ് നോർമൽ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. അത്രയാണ് ഒരു നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട്, എന്നിരുന്നാലും ഇതാണ് ഒരു കോമൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾ CPR എടുക്കുക അല്ലെങ്കിൽ CPR കൊടുക്കുക എന്നൊക്കെ സിനിമയിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. CPR കൊടുക്കുക, അതായത് നമുക്കറിയാവുന്ന എന്താ, ഹൃദയത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ ശ്വാസം നേരെയാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ മെഷീൻ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ആ CPR എന്ന് പറയുന്ന വാക്കിന്റെ ഫുൾ ഫോം ആണ് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നാണ് പറയുന്നത്. റിസസിറ്റേഷൻ, കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നാണ് അതിന്റെ വാക്ക്. അപ്പോൾ CPR ഈസ് ആൻ എമർജൻസി ലൈഫ് സപ്പോർട്ട് പ്രൊസീജിയർ. നമുക്ക് പെട്ടെന്ന് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എമർജൻസി സപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത്, CPR എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആൻഡ് മാനുവൽ കാർഡിയാക് മസാജ്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും അതേപോലെ മാനുവൽ കാർഡിയാക് മസാജും നമ്മളുടെ കൈകൊണ്ട്, മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികപരമായിട്ട് കൊടുക്കുന്ന, നമ്മൾ ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മളുടെ മാനുവലായിട്ട് നമ്മൾ കൊടുക്കുന്ന കാർഡിയാക് മസാജ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ CPR-ൽ വരുന്നത്. കഴിഞ്ഞ ഒന്നാമത്തെ ടൈപ്പാണ് മൗത്ത് ടു മൗത്ത് റിസസിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ വായിൽ നിന്ന് മറ്റൊരാളുടെ വായിലേക്ക്. നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് കുറെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളതല്ലോ, അപ്പൊ അതില് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. Assess the responsive of the patient by gently shaking the victim and shouting, "Are you okay?" This precaution will prevent us from injuring during resuscitation someone who is not truly unconscious. പൂർണ്ണമായിട്ടും ബോധം പോകാത്ത ഒരാളോട് നമ്മൾ അദ്ദേഹത്തെ നന്നായിട്ട് കുലുക്കുകയും അതേപോലെ നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ഷൗട്ട് ചെയ്ത് ചോദിക്കുന്ന എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ ഒരു അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ മാറുകയും അതേപോലെ കുറെ കൂടെ ഇത് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് ചേഞ്ച് ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. അസസ് ദ റെസ്പോൺസ്. അപ്പോൾ അവരുടെ ആ റെസ്പോൺസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് അവർക്ക് എന്താണ് അടുത്തത് വേണ്ടതെന്നുള്ളത് നോക്കാൻ വേണ്ടി. Then ask someone nearby to call for medical help. അതേപോലെ അടുത്തത് ചെയ്യേണ്ടത് എന്താ, മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് വേഗം വിളിക്കുക. ഈ റിസസിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടി അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിസിറ്റേഷൻ. അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾക്ക് ചെയ്യുന്ന സപ്പോർട്ട്. Move the victim away from any dangerous location, that is locations close to harmful gases, fire, etc. Place the victim face upon a firm surface such as the floor on the ground. അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി നമ്മൾ വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഏത് സിറ്റുവേഷനിലായിരിക്കുന്നുവോ, അത് ഡേഞ്ചറസ് ലൊക്കേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ വല്ല തീ പിടിച്ച് അല്ലെങ്കിൽ ഗ്യാസിന്റെ ലീക്കേജ് മൂലം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്, ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആ അവസ്ഥയിൽ നിന്ന് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വേഗം മാറ്റണം. എന്നിട്ട് നേരെയുള്ള പരന്ന പ്രതലത്തില് കിടത്താനും അവിടുന്ന് ഇതിനു വേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. Then open the airway. One very important step in the resuscitation process is to immediately open the airway. എന്നിട്ട് അദ്ദേഹത്തിന് വേഗം ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത്. Often the tongue may block the passage of air into the air passage. ചില സമയത്തുണ്ട് ചുണ്ടും വായൊക്കെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അവർ ഭയങ്കര ബലം പിടിച്ചൊക്കെ ഇരിക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, ആ വായിൽ നിന്ന് നാക്കും വായൊക്കെ തമ്മിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് മാക്സിമം എയർ പാസേജ് അവർക്ക് കൊടുക്കുന്ന രീതിയിൽ ആ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. To open the airway, one hand must be placed on the victim's forehead firmly and backward pressure with the palm
ഈസ് അപ്ലൈഡ് ടു ടിൽ ദി ഹെഡ് ബാക്ക്. നമ്മളുടെ ഒരു കൈ അവരുടെ ഫോർഹെഡിൽ വെച്ചിട്ട് മെല്ലെ പുറകോട്ട് പ്രഷർ കൊടുക്കുന്ന രീതിയിൽ പതുക്കെ ചരിച്ചൊക്കെ ടിൽറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിക്കുക എന്നാണ്. ബാക്ക് സൈഡിലേക്ക് തല പുറകോട്ടാക്കിയിട്ട് അവർക്കൊരു ചെറിയ രീതിയിൽ നമ്മളുടെ ഒരു കൈ കൊണ്ടുള്ള പ്രഷർ കൊടുത്ത് തല ബാക്കോട്ടാക്കാൻ വേണ്ടിയിട്ടും അത് ചരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. ഇഫ് ദർ ഇസ് എ സസ്പിഷൻ ഓഫ് നെക്ക് ഇഞ്ചുറി, ഇനിയിപ്പോ അവിടെ അഥവാ ഒരു നെക്ക് ഇഞ്ചുറിയുടെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ the head should not be moved unless it is absolutely necessary to open the airway. നമ്മൾ തല അധികം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. Places the fingers of the other hand just under the chin and lift to bring the chin forward. എന്ത് ചെയ്യാ, നമ്മളുടെ വിരലുകൾ ഉപയോഗിച്ച് അവരുടെ താടിയൊക്കെ താടിയുടെ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കവളം തുറക്കാനും വായ തുറക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ചിഹ്നൊന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, താടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. If there is material like vomits or any foreign body that appears to block the air passages, it must be removed. ഇനിയിപ്പോ അഥവാ അവർക്ക് എന്തെങ്കിലും ശ്വാസ തടസ്സം ഉണ്ടാക്കുന്നതിനായിട്ട് കാരണങ്ങളായിട്ടുള്ള എന്തെങ്കിലും അത് ആ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിന് ഇങ്ങനെ തന്നെ എഴുതാനുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിന് എഴുതാനായിട്ട് ഉണ്ടാവില്ല. അസർട്ടൈൻ വെദർ ദി പേഷ്യന്റ് ഈസ് ബ്രീത്തിങ്. ഉറപ്പുവരുത്തേണ്ട ഒരേ ഒരു കാര്യം പേഷ്യന്റ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വിത്ത് ദി എയർവേ ഓപ്പൺ, ലുക്ക് അറ്റ് ദി ചെസ്റ്റ് ഫോർ സൈൻസ് ഓഫ് ബ്രീത്തിങ്. നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ചെസ്റ്റ് ശ്രദ്ധിച്ചാൽ, നെഞ്ചിന്റെ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ പുട്ട് യുവർ ഇയർ നെക്സ്റ്റ് ടു ദി നോസ് ആൻഡ് മൗത്ത് ആൻഡ് ലിസൺ ഫോർ ബ്രീത്തിങ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ചെവി അവരുടെ മൂക്കിന്റെ അവിടെയോ അല്ലെങ്കിൽ വായയുടെ ഭാഗത്തോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാലും ഒരു പരിധിവരെ എന്ത് ചെയ്യാം, പേഷ്യന്റ് ഓക്കെ ആണോ, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഫീൽ ഫോർ ദി ഫ്ലോ ഓഫ് എയർ, അത് മനസ്സിലാക്കാം. ഇഫ് ദർ ഇസ് നോ ബ്രീത്തിങ്, എന്ത് ചെയ്യാം, ബ്രീത്തിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ തുടങ്ങണം. ഇപ്പൊ മൗത്ത് ടു മൗത്ത് റിസസിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് വൺ ഹാൻഡ് ഓൺ ദി വിക്ടിംസ് ഫോർഹെഡ്. നമ്മളുടെ ഒരു കൈ വിക്ടിംസിന്റെ ഫോർഹെഡിൽ വെക്കുക, അവരുടെ നെറ്റിയിൽ വെക്കുക. ടു പിഞ്ച് ദി വിക്ടിം, നോസ് ക്ലോസ്ഡ്. ഇടയ്ക്ക് അവരുടെ മൂക്ക് നമ്മളിങ്ങനെ അടച്ചു പിടിക്കൂല്ലോ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു മൂക്ക് അടച്ചു പിടിപ്പിച്ചോ അല്ലെങ്കിൽ രണ്ട് മൂക്ക് അടച്ചു പിടിക്കുമ്പോൾ ചിലപ്പോൾ വായയിൽ കൂടെ ശ്വാസം എടുക്കുന്നത് കാണാം. അത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ദെൻ എൻഷുർ ദാറ്റ് യുവർ ബ്രീത്തിങ് ഈസ് റെഗുലർ. ബ്രീത്തിങ് റെഗുലർ ആണെന്ന് ഉറപ്പുവരുത്തുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് പ്ലേസ് യുവർ മൗത്ത് ടൈറ്റ്ലി ഓവർ ദി വിക്ടിംസ് മൗത്ത്. നമ്മളൊരു ദീർഘശ്വാസം, ഇത് മൗത്ത് ടു മൗത്ത് എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ളതാട്ടോ പറയുന്നത്. ഒരാളുടെ മൗത്തിൽ നിന്ന് മറ്റൊരാളുടെ മൗത്തിലേക്ക് എങ്ങനെയാ കൊടുക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, മൂക്കൊക്കെ ഒന്ന് അടച്ച്, നമ്മളുടെ അല്ല, പിഞ്ച് ദ വിക്ടിംസ് നോസ് ക്ലോസ്ഡ്. വിക്ടിമിന്റെ ആട്ടോ നോസ് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലൊരു ബ്രീത്ത് നമ്മൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് പ്ലേസ് യുവർ മൗത്ത് ടൈറ്റ്ലി ഓവർ ദി വിക്ടിംസ് മൗത്ത്. നമ്മളുടെ വായ വിക്ടിമിന്റെ ആർക്കാണോ ഇത് ആവശ്യം, ഈ റെസ്പിറേഷൻ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആവശ്യം, അവരുടെ വായനോട്, അവരുടെ ചുണ്ടിനോട് ചേർത്ത് ടൈറ്റ് ആയിട്ട് വെക്കുക. ഇഫ് യു വിഷ് യു മേ പ്ലേസ് എ തിൻ ഹാൻഡ്കർച്ചീഫ് ബിറ്റ്വീൻ യുവർ മൗത്ത് ആൻഡ് ദി വിക്ടിംസ് മൗത്ത്. നിങ്ങൾക്ക് ഒരു ടവൽ വെക്കണം എന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഒരു ടവല് നിങ്ങളുടെയും അവരുടെയും വായയുടെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വെക്കാം. കാരണം ചിലപ്പോൾ വല്ല ജേംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ഹാൻഡ് കർച്ചീഫ്, അങ്ങനെ തിന്നായിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഹെവി ആയിട്ടുള്ള, തിക്കായിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കുന്നതിന് അല്ലെങ്കിൽ ആ രോഗിക്ക് ശ്വാസം കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ബ്ലോ അൺടിൽ ദി വിക്ടിംസ് ചെസ്റ്റ് റൈസസ്. എത്ര തവണ നമ്മൾ ഇത് ശ്വാസം അവരിലേക്ക് ഊതി കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എപ്പോഴാണോ വിക്ടിമിന് സ്വന്തമായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ചെസ്റ്റ് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്, ആ സമയം വരെ നമ്മൾ അവർക്ക് കൃത്രിമ ശ്വാസം നൽകണം. ലിസൺ ഫോർ എയർ ബീയിങ് പാസീവ്ലി എക്സ്ഹെയിൽഡ്. പുറത്തേക്ക് എയർ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റിപ്പീറ്റ് വിത്ത് ബ്രീത്ത്സ് അറ്റ് ദി റേറ്റ് ഓഫ് 12 ടൈംസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റില് 12 തവണ വരെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇങ്ങനെ ശ്വാസം അവരിലേക്ക് പകർന്നു കൊടുക്കാം. ചിൽഡ്രൻ ഷുഡ് റിസീവ് സ്മോളർ ബ്രീത്ത്സ് റിപ്പീറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20 ടൈംസ് പെർ മിനിറ്റ്.
അത് മുതിർന്നവരുടെ കാര്യത്തിലാണ് 1 മിനിറ്റിൽ 12 തവണ വരെ കൊടുക്കേണ്ടത്. കുട്ടികളാണെങ്കിൽ 1 മിനിറ്റിൽ 20 തവണ വരെ കൊടുക്കുക. അപ്പൊ ഈ മൗത്ത് ടു മൗത്ത് റെസിസ്റ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഇപ്പൊ ജസ്റ്റ് ഈ മൗത്ത് ടു മൗത്ത് റെസിസ്റ്റേഷൻ എന്താണെന്ന് മാത്രമാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അല്ലാതെ അതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് എക്സ്റ്റേണൽ കാർഡിയാക് മസാജ്. ഇപ്പൊ നമ്മൾ റെസിസ്റ്റേഷൻ എന്താന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഒപ്പം CPR കൊടുക്കുമ്പോൾ പറഞ്ഞ അടുത്ത കാര്യമാണ് എക്സ്റ്റേണൽ കാർഡിയാക് മസാജ്. അതായത് നമ്മളുടെ നെഞ്ചിന് നമ്മൾ പുറത്തുനിന്നുള്ള ഒരു പ്രഷർ ഉപയോഗിച്ചിട്ട് ഒരു എന്താ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The air of external cardiac massage is to cause the heart to pump blood to other parts of the body. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മളുടെ ശരീരം എപ്പോഴാണ് ഫുള്ളി ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്നത്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളുടെ തല മുതൽ പാദം വരെയുള്ള എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ശരീരം ഫുള്ളി ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോ ആ ആക്ടിവേഷൻ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാർഡിയാക് മസാജ്, എക്സ്റ്റേണൽ കാർഡിയാക് മസാജ് കൊടുക്കുന്നത്. It should be started simultaneously with artificial respiration in a victim whose heart has stopped beating. ആരുടെ ഹാർട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ രോഗിയുടെ ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന്റെ ഒപ്പം തന്നെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സൈമൾട്ടേനിയസ്ലി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ സമയം തന്നെ കൊടുക്കേണ്ടതാണ് എന്തും എക്സ്റ്റേണൽ കാർഡിയാക് മസാജും. അപ്പോ ഹൃദയം പെട്ടെന്ന് നിലച്ചുപോയി അല്ലെങ്കിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എക്സ്റ്റേണൽ കാർഡിയാക് മസാജും കൊടുക്കുക. അപ്പൊ മാത്രമേ ഹാർട്ടിൽ നിന്ന് മറ്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുള്ളൂ. The rescuer should place the heel of the palm of one hand parallel to and over the lower part of the victim's sternum. അതായത് ഒരു കൈ നെഞ്ചിന്റെ താഴെ, അതായത് നമ്മളുടെ നെഞ്ചും കൂടിന്റെ താഴെ എന്ന് പറയും, അതിന്റെ താഴെ വെച്ചിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 to 1.5 inches from its tip. നെഞ്ചുകൂടിന്റെ തുടക്കത്തിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ 1 to 1.5 inch വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ പാം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കൈപ്പത്തിയുടെ ഭാഗം, ഉള്ളം കൈയുടെ ഭാഗമാണ് വെക്കേണ്ടത്. The rescuer puts the other hand on the top of the first and brings the shoulders directly over the sternum. The rescuer's fingers should not touch the victim's chest. എന്ത് ചെയ്യാൻ പാടില്ല, കൈവിരലുകള് ചെസ്റ്റിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതേസമയം നമ്മളുടെ കൈപ്പത്തി വേണം ഈ ബോഡിയിൽ അല്ലെങ്കിൽ ആ നെഞ്ചിന്റെ താഴെയായിട്ട് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ. Keeping the arms straight, the rescuer pushes down forcefully on the sternum. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ നെഞ്ചുകൂടിന്റെ അവിടെയായിട്ട് നന്നായിട്ട് ഈ ഉള്ളം കൈ കൊണ്ട് പ്രസ് ചെയ്യാം. This action is called external cardiac compression. ഇതിനെയാണ് external cardiac compression എന്ന് പറയുന്നത്. Results in blood flow from the heart to other parts of the body. എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ശരിക്കും ഈ ബ്ലഡിന്റെ ഫ്ലോ ആണ്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളുടെ മറ്റു ബോഡി പാർട്സിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The rescuer alternately applies and releases the pressure at a rate of about 60 compressions per minute. അപ്പോൾ മാക്സിമം 60 കംപ്രഷൻസ് 60 തവണയാണ് ഒരു മിനിറ്റിൽ പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് So 60 compressions ആണ് പെർ മിനിറ്റ് പറയുന്നത്. ഈച്ച് ടൈം ആഫ്റ്റർ 15 compressions, 15 എണ്ണം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, the rescuer gives the victim artificial respiration. ഒരു 3-4 തവണ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും കൊടുക്കുക. അപ്പോൾ ഒരു മിനിറ്റിൽ മൊത്തം 60 തവണയാണ് ചെയ്യേണ്ടതെങ്കിൽ 15 കംപ്രഷൻസ് കഴിയുമ്പോൾ വിക്ടിമിന് എന്ത് ചെയ്യണം, നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും കൊടുക്കണം. The ratio of 15 cardiac compression to 3 or 4 breaths is commonly allowed. അതായത് 15 കാർഡിയോ
മസാജ് കൊടുക്കുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? 3 or 4 ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അപ്പൊ 15:3 or 4 ആണ് നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇഫ് ദ വിക്ടിം ഈസ് എ സ്മോൾ ചൈൽഡ്, ഇനി ചെറിയ കുട്ടിയാണെങ്കിൽ then the rescuer must use only one hand for the cardiac compression. ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു കൈ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഇങ്ങനെ പ്രസ് ചെയ്യാവുള്ളൂ. അല്ലെ, 2 കൈയുടെ നമ്മളുടെ മുഴുവൻ ഫോഴ്സും, അല്ലെങ്കിൽ ആരാണോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് ആ ഫോഴ്സ് ഉപയോഗിക്കരുത്. ഒരു കൈപ്പത്തിയുടെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. For infants, the pressure is exerted using the index and middle fingers at the middle of the sternum. കുട്ടികൾക്കാണെങ്കിൽ നമ്മളുടെ യൂസിങ് ദി ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ ചെയ്യുന്നത്. ഇൻ ഓൾ കേസസ് ദി കംപ്രഷൻ മസ്റ്റ് ബി അക്കംപനീഡ് ബൈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഇതിലും എന്ത് ചെയ്യുക? ഈ കംപ്രഷൻസ് കുട്ടികൾക്ക് ഈ കാർഡിയാക് മസാജ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, നമ്മൾ മുതിർന്നവരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. ട്രീറ്റ്മെന്റ് ഷുഡ് ബി കണ്ടിന്യൂ അൺടിൽ മെഡിക്കൽ ഹെൽപ്പ് അറൈസ്. നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്നത് വരെ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. CPR ഈസ് ദ ബെസ്റ്റ് പെർഫോംഡ് ബൈ 2 trained persons. പ്രധാനമായിട്ടും CPR കൊടുക്കേണ്ടത് 2 trained persons ആണ്. ആരൊക്കെ ആയിരിക്കണം? ഒന്ന് ഈ എക്സ്റ്റേണൽ കാർഡിയാക് കംപ്രഷൻ അല്ലെങ്കിൽ കാർഡിയാക് മസാജ് ചെയ്യാൻ അറിയാവുന്ന ആള്, രണ്ടാമത്തെ ആള് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ആള്. ഇങ്ങനത്തെ 2 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? CPR പെർഫോം ചെയ്യേണ്ടത്. The rescuers should position themselves on opposite sides of the victim so that they can switch role easily if either becomes fatigued. അവർ രണ്ടുപേരും എന്താ ചെയ്യേണ്ടത്? ഈ വയ്യാത്ത ആളുടെ അല്ലെങ്കിൽ നമ്മുടെ രോഗിയായിട്ടുള്ള ആളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്നിട്ട് ഒരാള് ഒന്ന് സ്ലോ ആകുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിതനാകുമ്പോൾ അടുത്ത ആള് വേഗം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആവണില്ല, കട്ടായി പോകുന്നു. ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് ഇടയ്ക്ക് കട്ടാകുമായിരുന്നു. മൗത്ത് ടു മൗത്ത് റെസിസ്റ്റേഷൻ എന്നുള്ളത് കിട്ടിയോ? അതേപോലെ എന്താണ് എക്സ്റ്റേണൽ കാർഡിയാക് മസാജ് എന്നുള്ളത് മനസ്സിലായോ? അതിന്റെ ഇടയിൽ പറഞ്ഞത്, അതായത് മൗത്ത് ടു മൗത്ത് തുടങ്ങുമ്പോൾ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ വിട്ടേക്കൂ, അത് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഈ മൗത്ത് ടു മൗത്ത് റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ ആയോ? ഓക്കെ, എക്സ്റ്റേണൽ കാർഡിയാക് മസാജ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ആ 2 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് അതൊന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം ഇപ്പൊ പറഞ്ഞു വെക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിൽ നമ്മൾ 2 മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഷാഫേഴ്സ് മെത്തേഡ്, നെൽസൺസ് മെത്തേഡ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. റെസ്പിറേഷൻ ഈസ് ആൻ ഇൻവോളണ്ടറി ഫങ്ഷൻ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. നമുക്കറിയാലോ, നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല എന്ത്? റെസ്പിറേഷൻ, ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ജസ്റ്റ് നമുക്ക് ഒരു 1-2 സെക്കൻഡോ അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സപ്പോസ് ഒരു ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷെ അതൊരു ലിമിറ്റ് വിട്ട് നമുക്ക് ഒരിക്കലും പറ്റുന്നതല്ല. അതുകൊണ്ടാണ് അതൊരു ഇൻവോളണ്ടറി ഫങ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. വോളണ്ടറി മസിൽസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇൻവോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഇത് വോളണ്ടറി ഇൻവോളണ്ടറിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവോളണ്ടറി ഫങ്ഷൻ ആണ്. ഇൻ ഹ്യൂമൻ ബീയിങ്സ് റെസ്പിറേഷൻ ഇൻവോൾവ്സ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട് ദി എയർ. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ആണ്. The air taken consists of oxygen which is made use of by the lungs to purify the blood. നമ്മളുടെ എയർ എടുത്ത നമ്മള് ഉള്ളിലേക്ക് എടുത്തതിലുള്ള ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. If a person cannot breathe or stop breathing for any reason, he will collapse in no time. ഒരു മനുഷ്യന് പെട്ടെന്ന് ശ്വാസം എടുക്കാനോ അല്ലെങ്കിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖത്തിലേക്ക്, കൊളാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോവുക എന്നുള്ളതാണ് പ്രോപ്പർ മീനിങ്. പക്ഷെ അത് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെയും പറയാം, മരണം സംഭവിക്കാം അല്ലെങ്കിൽ മറ്റു അസുഖത്തിലേക്കൊക്കെ
പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്താണ് അപ്പൊ ഇതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. There are occasions when breathing or respiration becomes difficult or feeble in a person due to sickness, shock or accident. അപ്പൊ പല സാഹചര്യത്തില് ഈ ശ്വാസം അല്ലെങ്കിൽ റെസ്പിറേഷൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പൊ ആ സാഹചര്യത്തില് നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടോട് കൂടി കൊടുക്കാൻ പറ്റുന്ന റെസ്പിറേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. When breathing becomes feeble, the person becomes unconscious. നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തളർച്ച വരും, ബോധക്ഷയം ഉണ്ടാകും, അല്ലെങ്കിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് മാറും. At this stage, it is possible to improve the respiration by artificial means. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ ആയിട്ട് ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. In artificial respiration, air containing oxygen is forced into the lungs of the unconscious person so as to maintain the supply of oxygen to the body till the time of the victim reaches the hospital or clinic for further treatment. നമ്മൾ എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റെസ്പിറേഷൻ നമ്മൾ അങ്ങോട്ട് ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത എയറിലുള്ള ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയി ബോഡി പ്രോപ്പർ ഫങ്ഷനിങ് നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെസ്പിറേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ശ്വാസം കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ എത്തിക്കുന്നത് വരെ നമ്മൾ ഈ റെസ്പിറേഷൻ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റ് ബോഡി പാർട്സ് എല്ലാം ബ്ലഡിന്റെ ഫ്ലോയോടൊപ്പം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. There are several methods by which artificial respiration can be given. നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ ഒന്നാണ് ഹോൾജൻ നെൽസൺ മെത്തേഡ്, ദെൻ ഷാഫേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ആൾക്കാരുടെ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ച് ഞങ്ങളോട് പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് ആരും പേടിക്കാനല്ല കേട്ടോ, അല്ലെങ്കിൽ അയ്യോ ഇത് പഠിക്കണമല്ലോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഒരു കോമൺ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഈ ടോപ്പിക്സ് നമ്മളുടെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളിപ്പോ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ജോലി മേഖലയിലാണെങ്കിലും പെട്ടെന്ന് ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതേപോലെ വൂണ്ട്, ഒരു മുറിവുണ്ടായാൽ എന്ത് ചെയ്യണം, ബേൺ ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഒരു സ്നേക്ക് ബൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും കെമിക്കൽ ബേൺ ആണ്, ഇലക്ട്രിക്കൽ ഷോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇനി അങ്ങോട്ട് വരുന്ന ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്ലാസ് നോട്ട്സ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇനി അഥവാ ഇല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ അസോസിയേഷന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി, ഞങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരും. ഓക്കെ ഓക്കെ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മടുത്തു പോകും. അതുകൊണ്ട് ഇപ്പോ മണി 8:45 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? So I think all of you are okay with my class and you got a clear-cut idea about safety practices, signboards, and just what is meant by first aid, what is meant by artificial respiration, CPR. Okay, so I'm going to wind up today's class. Thank you so much.